ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു മോക്ക് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 70 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. നിങ്ങൾ കൂടെ ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റെൻറ്റ് ചികിത്സ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റെൻറ്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹൃദയം. കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏത്? കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏത്? ഓപ്ഷൻ എ വൈറസുകൾ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ഡാഷ് എന്ന് പറയുന്നു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ദ്രവ്യമാണ് കേട്ടോ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും എന്താണ് പറയുന്നത്? ദ്രവ്യം എന്ന് പറയുന്നു. താഴെ പറയുന്നവയിൽ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? ഏതാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം? ഓപ്ഷൻ സി നിക്കലാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? നിക്കൽ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി അനീമിയ. ജലത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ് കേട്ടോ. ജലത്തിലൂടെ പകരുന്ന രോഗം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിലൂടെ പകരുന്നത് ഏതാണ്? ടൈഫോയിഡ് ആണ്. കുപ്രൈറ്റ് എന്നത് ഏത് ലോകത്തിൻ്റെ അയിരാണ്? ഇവിടെ കോപ്പർ ഉണ്ട് കേട്ടോ ഓപ്ഷൻ എ ആയിട്ട്. കുപ്രൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ കോപ്പറിൻ്റെ ആണ് അല്ലേ കുപ്രൈറ്റ് പറഞ്ഞിട്ടുള്ള അയിര്. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ. ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ്. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇൻസുലിൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ഇനാമലാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം എന്താണ്? ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഒളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഒളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 8 ആണ് കേട്ടോ. പ്രായപൂർത്തിയായ സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഒളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. നമ്മൾ നമ്മുടെ ബയോളജി ഇതെല്ലാം നമ്മൾ PYQ വിത്ത് റിലേറ്റഡ് ഫാക്റ്റായിട്ടാണ് നമ്മൾ ക്ലാസ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുവിധം എല്ലാ പോർഷൻസും നമ്മളതിൽ കവർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി നോക്കുക കേട്ടോ. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ എ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ ഡി ജീവകം സിയുടെ അഭാവം മൂലമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. താഴെ പറയുന്നവയിൽ അതായത് 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് കൊതുകുകളല്ലാതെ പകരുന്നത്. മലമ്പനിയും മന്തും എന്താണ്? കൊതുകുകൾ മുഖേന പകരുന്ന അസുഖങ്ങളാണ്. കുഷ്ഠവും കോളറയും എന്താണ്? കൊതുകുകൾ മുഖേനയല്ല പകരുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? സ്പൈസസ് റിസർച്ച് എന്നാണ്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കോഴിക്കോട്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര? ഓപ്ഷൻ സി 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്?
ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് എന്താണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റ സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത്? ജോൺ ഡാൾട്ടൺ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഓപ്ഷൻ എ ഹീലിയം ആണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ബി കാൽസ്യം ഫോസ്ഫേറ്റ്. ഏത് വൈറ്റമിൻ്റെ കുറവാണ് കണാരോഗത്തിന് കാരണമാകുന്നത്? ഏത് വൈറ്റമിൻ്റെ കുറവാണ് കണാരോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. പാരിസ്ഥിതിക സമതുലനം നിലനിർത്താൻ രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമെങ്കിലും വനമായിരിക്കണം? പാരിസ്ഥിതിക സമതുലനം നിലനിർത്താൻ രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമെങ്കിലും വനമായിരിക്കണം? എത്രയാണ്? 33% വനമായിരിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. പാരിസ്ഥിതിക സമതുലനം നിലനിർത്താൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 33% എന്തായിരിക്കണം? വനങ്ങളായിരിക്കണം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. പഞ്ചസാരയിലെ ഘടകമല്ലാത്തത് ഏത്? പഞ്ചസാരയിലെ ഘടകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് ഇതിൽ പഞ്ചസാരയിലുള്ള ഘടകമല്ലാത്തത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ എന്താണ്? പഞ്ചസാരയിലെ ഘടകമാണ്. ലോഹങ്ങളും ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ. രോഗനിർണയം, ചികിത്സ എന്നിവയിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏവ? രോഗനിർണയം, ചികിത്സ എന്നിവയിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ. ഓപ്ഷൻ എ അൾട്രാസോണിക്. ഷൂസ്, റെയിൻകോട്ട് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഷൂസ്, റെയിൻകോട്ട് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ ബി PVC. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ അനാൾജസിക്കുകളാണ്. ആസ്പിരിൻ എന്ന് പറയുന്നത് ഏത് ഔഷധ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അനാൾജസിക്കുകളിലാണ് ഉൾപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ഉരുക്കി വേർതിരിക്കൽ, കാൽസിനേഷൻ, ലീച്ചിങ്, റോസ്റ്റിംഗ്. ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം മാത്രമാണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോഹത്തെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും. താഴെ പറയുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? താഴെ പറയുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? ഓപ്ഷൻ എ ആണ് 1 മാത്രമാണ് സ്ത്രീ ഹോർമോൺ അല്ലാത്തത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്ത്രീ ഹോർമോണുകളാണ്. ആൻഡ്രോജൻ എന്താണ്? അത് പുരുഷ ഹോർമോണുകളാണ് അല്ലേ. ടൈഫോയിഡ് സ്ഥിരീകരിക്കാനുള്ള രോഗനിർണയ രീതി ഏതാണ്? ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ്? ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം. ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം.
എത്ര ആറ്റങ്ങളാണ് സാധാരണ ഓക്സിജൻ തന്മാത്രയിൽ ഉള്ളത്? 2. മെൻഡലേവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം. മെൻഡലേവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 63. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്ന ജീവകം. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്ന ജീവകം സി ആണ്. ഓപ്ഷൻ ബി സി ആണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്ന ജീവകം. മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്രയാണ്? ഓപ്ഷൻ ഡി 130 ഗ്രാം ആണ് കേട്ടോ. മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്രയാണ്? 130 ഗ്രാം ആണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ഫാറ്റി ലിവർ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ ശരിയായത് ഏത്? വിറ്റാമിൻ B1 തയാമിൻ, വിറ്റാമിൻ B12 സൈനോകൊബാലമിൻ, വിറ്റാമിൻ K ഫില്ലോക്വിനോൺ, വിറ്റാമിൻ സി ടോക്കോഫെറോൾ. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. വിറ്റാമിൻ B1ൻ്റെ രാസനാമം എന്താണ്? തയാമിൻ. B12 ആണെങ്കിൽ സൈനോകൊബാലമിൻ, വിറ്റാമിൻ K ആണെങ്കിൽ ഫില്ലോക്വിനോൺ, വിറ്റാമിൻ സി ആണെങ്കിൽ ടോക്കോഫെറോൾ. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ, ടി എന്ന് പറയുന്നത് എന്താണ്? തൈമസ് ആണ്. വനത്തിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥകൾ, ജൈവവൈവിധ്യം എന്നിവ സംരക്ഷിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഏതാണ്? വനത്തിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥകൾ, ജൈവവൈവിധ്യം എന്നിവ സംരക്ഷിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ്. ഓപ്ഷൻ ഡി പ്രകൃതി മിത്ര അവാർഡ്. പെരിയോഡോണ്ടൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി വായയ്ക്കുള്ളിലാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ എ DNA പ്രൊഫൈലിംഗ് ആണ് കേട്ടോ. DNA പ്രൊഫൈലിംഗ് ആണ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ. ജീൻ എഡിറ്റിങ്ങും ജീൻ തെറാപ്പിയൊക്കെ എന്താണ്? നമ്മുടെ DNA മാറ്റം വരുത്താനോ അല്ലെങ്കിൽ രോഗം ചികിത്സിക്കാനോ വേണ്ടിയിട്ടുള്ളതാണ് ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. DNA പ്രൊഫൈലിംഗ് എന്താണ്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. CRISPR-Cas9 എന്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ജനിതക കത്രികയാണ്. CRISPR-Cas9 എന്ന് പറയുന്നത് എന്താണ്? ജനിതക കത്രികയാണ്. ലിഗേസ് എന്ന് പറയുന്നത് എന്താണ്? ജനിതക പശയാണ്. ജനിതക പശ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗേസ് ആണ്. ലിഗേസ്. എത്ര കാലയളവിനുള്ളിലാണ് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻ സി 3 മാസത്തിലൊരിക്കലാണ് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത്. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. 2018 ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ടതാണ് കർസാപ്പ്. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് ഇതിൻ്റെ മുഴുവൻ രൂപം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തിനെതിരെ പോരാടാനുള്ള കർമ്മ പദ്ധതിയാണിത്. സൗജന്യ വാക്സിനേഷൻ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയായിട്ടുള്ളത്. എന്താണ് കർസാപ്പ്? എന്താണ് ഏത് വർഷത്തിലാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത്? 2018 ഒക്ടോബറിലാണ്. അതിൻ്റെ മുഴുവൻ നാമം എന്താണ്? കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ്. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തിനെതിരെ പോരാടാനുള്ള കർമ്മ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കർസാപ്പ് എന്ന് പറയുന്നത്. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏതാണ്? ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ MRI സ്കാനിംഗ് ആണ്. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ 3D ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏതാണ്? MRI സ്കാനിംഗ്. ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ സി അസ്ഥി മജ്ജയിൽ. ചുവടെ പറയുന്നവയിൽ പാരമ്പര്യ രോഗം അല്ലാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ പാരമ്പര്യ രോഗം അല്ലാത്തത് ഏത്?
ഓപ്ഷൻ ബി അനീമിയാണ് പാരമ്പര്യ രോഗമല്ലാത്തത്. അരിവാൾ രോഗം, ഹീമോഫീലിയ, വർണ്ണാന്ധത മുതലായവ എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഇത് പാരമ്പര്യ രോഗങ്ങളാണ്. അരിവാൾ രോഗം, ഹീമോഫീലിയ, അരിവാൾ എന്ന് പറഞ്ഞാൽ ഏതാണത്? സിക്കിൾ സെൽ അനീമിയാണ് കേട്ടോ. അരിവാൾ രോഗത്തിന് മറ്റൊരു പേരെന്താണ്? സിക്കിൾ സെൽ അനീമിയ. അത് ഹീമോഫീലിയ, വർണ്ണാന്ധത എന്നിവ എന്താണ്? പാരമ്പര്യ രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന രോഗമേത്? ഓപ്ഷൻ എ ഡിഫ്തീരിയാണ്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്? ഓപ്ഷൻ എ ലിഥിയത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അലൂമിനിയം ആണ് കേട്ടോ. അലുമിനിയം ഏതിൻ്റെയാണ്? ഏതാണ് അയിര്? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ആറ്റത്തിൻ്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ഓപ്ഷൻ സി 10⁵ ടൈംസ് ആണ് എന്ത്? ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ വലുതായിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ഏതാണ്? ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം നൈട്രജൻ ആണ്. ജലത്തിന് ഏറ്റവും സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത് ജലത്തിൻ്റെ ഘർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ്. ഇതിൽ ഈ 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതിൽ ശരിയായിട്ടുള്ളത് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം നൈട്രജൻ ആണോ? അല്ല. വേറെന്താണ്? ഹൈഡ്രജൻ ആണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ജലത്തിന് ഏറ്റവും സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 1000 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല. പിന്നെ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത് ജലത്തിൻ്റെ ഘർഷണ ബലത്തിൻ്റെ ഫലമായിട്ടല്ല. പിന്നെന്താണ്? പ്രതലബലം മൂലമാണ്. പ്രതലബലം മൂലമാണ് പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ജലത്തിന് ഏറ്റവും സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ സി കരൾ. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് ഏതാണ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം എന്താണ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് ആണ് കേട്ടോ. സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ്, പാമറ്റിക് ആസിഡ് എന്താണ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് ആണ്. ശരിയായ പ്രസ്താവന ഏത്? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ ജഡത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ 3 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ജഡത്വം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിൻ്റെ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണോ? അല്ല. ആരാണ്? ഗലീലിയോ ഗലീലിയാണ് അല്ലേ? ഗലീലിയോ ഗലീലിയാണ് ജഡത്വ നിയമം ആവിഷ്കരിക്കുന്നത്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിൽ ജഡത്വത്തെക്കുറിച്ചാണോ പറയുന്നത്? അല്ല അല്ലേ. ന്യൂട്ടൻ്റെ ആദ്യത്തെ ലോയിലാണ് എന്ത് പറയുന്നത്? ജഡത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വത്തെക്കുറിച്ച് പറയുന്നത്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നത് നിശ്ചല ജഡത്തിനല്ല ഉദാഹരണം. പിന്നെ എന്തിനാണ്? ചലന ജഡത്വത്തിനാണ് ഉദാഹരണം. ചലന ജഡത്വത്തിനാണ് ഉദാഹരണം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നത് എന്താണ്? ചലന ജഡത്വം കാരണമാണ്. ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? ഓപ്ഷൻ സി 11.2 km/s. ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം? നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം ബാഷ്പീകരണം മൂലമാണ് കേട്ടോ. നമ്മുടെ നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ബാഷ്പീകരണം മൂലമാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഓപ്ഷൻ ബി എർഗ് ആണ്. എർഗ്.
പല്ലുകൾ കേടുവരാതിരിക്കാൻ കാരണമാകുന്ന ആസിഡ്. പല്ലുകൾ കേടുവരാൻ കാരണമാകുന്ന ആസിഡ്. കേടുവരാനാണ്. ഓപ്ഷൻ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ? പാലിയ ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അത് എന്ത് ചെയ്യുന്നു? പല്ലുകൾ എളുപ്പത്തിൽ കേടുവരാൻ കാരണമാകുന്ന ആസിഡാണ്. ധാതുലവണങ്ങൾ അടങ്ങിയ ജലം ആഗിരണം ചെയ്യുന്ന ശരീരഭാഗം. ധാതുലവണങ്ങൾ അടങ്ങിയ ജലം ആഗിരണം ചെയ്യുന്ന ശരീരഭാഗം. എവിടെ വെച്ചിട്ടാണ് ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ് കേട്ടോ. ചെറുകുടലിൽ വെച്ചിട്ടാണ് ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അനുബന്ധ അസ്ഥികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 126 അനുബന്ധ അസ്ഥികളാണുള്ളത്. അക്ഷാസ്ഥികൂടം എത്രയാണ്? 80 അക്ഷാസ്ഥികൂടവും 126 അനുബന്ധ അസ്ഥികളുമാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ശരിയായ പ്രസ്താവന ഏത്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് സി. ജീവകം B6ന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് B5. വായ്പുണ്ണിന് കാരണം ജീവകം ഡിയുടെ അപര്യാപ്തതയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? ജീവകം സി ആണ്. ജീവകം B6ന്റെ അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയാണോ? അല്ല. പിന്നെന്താണ്? മൈക്രോസൈറ്റിക് അനീമിയാണ് കേട്ടോ. മൈക്രോസൈറ്റിക് അനീമിയാണ്. മൈക്രോസൈറ്റിക് അനീമിയാണ് എന്തുകൊണ്ട് വരുന്നത്? നമ്മുടെ ജീവകം B6ന്റെ അപര്യാപ്തത രോഗമായിട്ട് വരുന്നത് കേട്ടോ. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് B5 എന്ന് പറയുന്നത് തെറ്റാണ്. ഏതാണ് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്? B7 അല്ലെങ്കിൽ എന്താണ്? ബയോട്ടിൻ ആണ്. B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് അല്ലേ? ഈ ബയോട്ടിൻ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ജീവകം H എന്ന പേരിലും അറിയപ്പെടുന്നത് ഏതാണ്? B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ് കേട്ടോ. അപ്പോൾ അത് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ജീവകം കൂടിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. വായ്പുണ്ണിന് കാരണമാകുന്ന വായ്പുണ്ണിന് കാരണം ജീവകം ഡിയുടെ അപര്യാപ്തതയാണോ? അല്ല. B12ന്റെ അല്ലേ? വിറ്റാമിൻ B12ന്റെ കാരണം കൊണ്ടാണ് വായ്പുണ്ണ് വരുന്നത്. ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് വരുന്നത്? വായ്പുണ്ണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞത്? ഞാൻ ആൻസർ ഇതിൽ പറഞ്ഞില്ലേ? ശരിയായ പ്രസ്താവന ഏതെന്നുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് സി എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ജീവകം B6ന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ എന്നുള്ളത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? മൈക്രോസൈറ്റിക് അനീമിയ ആയിരുന്നു അല്ലേ? മൈക്രോസൈറ്റിക് അനീമിയ ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ B6ന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നത്. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം B5 ആണോ? അല്ല. ഏതായിരുന്നു? B7 ആയിരുന്നു. ഇനി വായ്പുണ്ണിന് കാരണം എന്താണ്? ജീവകം ഡി അല്ല, B12ന്റെ കുറവ് മൂലമാണ് വായ്പുണ്ണ് വരുന്നത്. ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം. ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം. ഓപ്ഷൻ എ 5 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ശരീരത്തിൽ അയോഡോപ്സിൻ എന്ന വർണ്ണവസ്തു കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക രോഗം. അയോഡോപ്സിൻ എന്ന വർണ്ണവസ്തു കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക രോഗം. ഓപ്ഷൻ സി വർണ്ണാന്ധതയാണ് അല്ലേ? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകാൻ കേരള സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ ഇവിടെ കിടപ്പുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി മിഠായി ആണ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകാൻ കേരള സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. ദേശീയ മന്ത് രോഗ ദിനം എന്നാണ്? ദേശീയ മന്ത് രോഗ ദിനം എന്നാണ്? ഓപ്ഷൻ ബി നവംബർ 11-നാണ് ദേശീയ മന്ത് രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. നവംബർ 11 എന്താണ്? ദേശീയ മന്ത് രോഗ ദിനമാണ്. നമ്മുടെ പ്രിലിംസിന് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുന്നേയൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇന്ന് നമ്മളെടുത്തത് 70 ക്വസ്റ്റ്യൻസ് ആണ്. 70 എണ്ണം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതെല്ലാം എന്താണ്? ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും SCRT ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ അറ്റൻഡ് ചെയ്തിട്ട് കമൻറ്റ് താഴെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.